തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ തീക്കനൽ തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിനം ദക്ഷിണേന്ത്യ സഭ ഐക്യസഭകൾ ഗുരുവായ യേശുവിനെ ചിന്തിക്കുമ്പോൾ മധ്യകേരള മഹാഇടവക ഗായകസംഘ ഞായറാഴ്ചയായി ആഘോഷിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തികൾ 22-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധ പൗലോസിൻ്റെ ആ വലിയ ഉന്നതമായ ചിന്തയാണ്, ഉന്നതമായ വ്യക്തിത്വമാണ്, പേഴ്സണാലിറ്റിയാണ്. 3-ാം വാക്യത്തിൽ, ഞാൻ കിലിക്കിയയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന റോമയിലെ ഗമാലിയേലിൻ്റെ കാൽക്കലിരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനും ആകയാൽ നിങ്ങളെല്ലാവരും ഇന്നിരിക്കുന്ന പോലെ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു. അവനാ ഏൽപ്പിച്ച ഞാൻ പുരുഷന്മാരെ സ്ത്രീകളെയും പിടിച്ചു കെട്ടി തടവിൽ അടിച്ച് മാർഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചു വന്നവനാണ്. കർത്താവിനാൽ പിടിക്കപ്പെട്ടപ്പോൾ യേശുവിൻ്റെ ഗുരുത്വം എന്ന് പറയുന്നത്, യേശുവിന് വേണ്ടി മാറുമ്പോൾ ഒരാളങ്ങ് മാറുകയാണ്, അവൻ്റെ ടോട്ടൽ പേഴ്സണാലിറ്റി മാറുകയാണ്. ഗുരുവായ യേശുവിൻ്റെ കീഴിലുള്ള ഒരാൾ പൗലോസ്, അവനേക്കാളും വലിയ ആരുമില്ല. കിലിക്കയിലെ തർസോസ് ചെയ്ത യഹൂദനാണ്, ലോകത്തിലെ ടോപ്പ് ആൾ യഹൂദനാണ്. യഹൂദനേക്കാളും വലിയ ആൾ ആരുമില്ല. ഈ നഗരത്തിൽ യഹൂദൻ്റെ ന്യായപ്രമാണം ഗമാലിയേലിൻ്റെ കാഴ്ചയിലിരുന്ന് പഠിച്ചവൻ, പിതാക്കന്മാരുടെ ന്യായപ്രമാണം കൃത്യമായി പഠിച്ചവൻ, ഗമാലിയേലിൻ്റെ വിദ്യാഭ്യാസത്തിൽ ഉന്നതത്തിൽ നിൽക്കുന്ന ആൾ, ക്രിസ്തു നിമിത്തം സകലവും ഛേദമെന്ന് ജീവിക്കുന്നത്, ക്രിസ്തു മരിക്കുന്നത് ലാഭമെന്ന് പറഞ്ഞ വ്യക്തി, ഒരാളുള്ള രൂപാന്തരം, അതാണ് യേശു ഗുരുവായി തീർന്നത്. അത്രയും നാളും യേശുവിൻ്റെ മാർഗത്തെ ഉപദ്രവിച്ചവനാണ്. വിശുദ്ധ പൗലോസ് യേശുവിനെ ഗുരുവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായ മാറ്റമാണ് വന്നത്. അപ്പോൾ യേശു കർത്താവിനെ മാറ്റം വന്നു. അവൻ പണ്ട് ശൗലായിരുന്നു, അവനെ പൗലോസാക്കി. യേശു അടിച്ച് വീഴ്ത്തി, അവൻ്റെ കണ്ണുവെല്ലാം കാണാൻ അനന്യാസ് ഉപദേശി എന്ന് പ്രാർത്ഥിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. അത് കഴിഞ്ഞ് അനന്യാസ് ഉപദേശി അദ്ദേഹത്തിൻ്റെ പണിക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ അദ്ദേഹം ചെയ്തു, അദ്ദേഹം പോയി. നമ്മൾ ഏൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്, അത് ചെയ്ത് ഗുരുവിനെ കാണണം. ഗായക സംഘങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്, കർത്താവിന് വേണ്ടിയാണ് നിങ്ങൾ പാടുന്നത്, സ്തോത്രത്തിൻ്റെ ഗാനങ്ങളാണ് പാടുന്നത്, വിജയദിനത്തിൻ്റെ ഗാനങ്ങളാണ് പാടുന്നത്. പാടുന്ന പാട്ടുകൾ ഹൃദയത്തിൽ ഗ്രഹിച്ച് മനസ്സിൽ ആഗ്രഹിച്ച് പാടുമ്പോൾ അതിൻ്റെ ഒരു പവറുണ്ട്, ആ ഗാനത്തിൻ്റെ പവറുണ്ട്. പാമ്പും പശുവും ശിശുവും ഒക്കെ അട്രാക്റ്റ് ചെയ്യുന്ന ആ ഗാനത്തിൻ്റെ ആ പവർ, അത് ആരാധനയുടെ ഭാഗമായി തീരുമ്പോൾ, മദ്ബഹായും ജനവുമായി ബന്ധപ്പെട്ട ആരാധനയുടെ ഭാഗമായി തീരുമ്പോൾ, ഇന്ന് ദക്ഷിണേന്ത്യ സഭയുടെ മിഷണറിമാർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അമ്പലപ്പറമ്പുകളിലും കൊട്ടാര സ്തൂപങ്ങളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന സംഗീതത്തെ പള്ളിപ്പറമ്പിലെത്തിച്ച മിഷണറിമാർ, അവരെ സ്മരിച്ചുകൊണ്ട് ഇന്ന് ഇതര സഭകൾ എത്രയോ ഭംഗിയായിട്ട് മറ്റ് സഭകൾ ഗാനങ്ങൾ അവരുടെ ശുശ്രൂഷയുടെ ഭാഗമായി തീർന്നു. മറ്റ് ഗായക സംഘത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുകയില്ലായിരുന്നു, ശുശ്രൂഷകൻ തന്നെയായിരുന്നു ആ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഇതര സഭകളിൽ ഗായക സംഘത്തിന് സ്വാധീനം വളർത്തിയത് യേശുവിന് വേണ്ടി പാടുവാൻ, യേശു ക്രിസ്തുവിൻ്റെ ആരാധനയിൽ. അതുകൊണ്ട് ഗായക സംഘങ്ങൾ ശുശ്രൂഷക്കാരുടെ ഭാഗമാണ്. ആ കൊയർ ഡ്രസ്സ് ധരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ആ വസ്ത്രത്തിൻ്റെ ആ ഒരു പവിത്രത, ദൈവികമായ ശക്തി അവിടെ വരുവാൻ സാധിക്കും. അതുകൊണ്ട് ഗുരുവായ യേശുവിന് വേണ്ടിയാണ് പാടുന്നത്. ഗുരുവായ യേശുവിനെ കാണുമ്പോൾ വിശുദ്ധ പൗലോസ് എത്ര ഉന്നതനാണെങ്കിലും, എത്ര പഠിപ്പുള്ളവനാണെങ്കിലും, എത്ര കേമനാണെങ്കിലും, ഞാനും നീ യേശുവിൻ്റെ ഗുരുവിൻ്റെ കീഴിലുള്ള ഗുരുവിൻ്റെ കീഴിലുള്ള ഒരേ ശിഷ്യന്മാരായിരിക്കുന്ന സമൂഹത്തിന് സാക്ഷ്യം കൊടുക്കുവാൻ സാധിക്കുന്നവരായി തീരട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ സെപ്റ്റംബർ 1-ാം തീയതി ഞായറാഴ്ച വളരെ അനുഗ്രഹീതമായ മാസത്തിൻ്റെ പ്രാരംഭ ദിവസം ഞങ്ങൾ അങ്ങേ ധ്യാനിക്കുമ്പോൾ, അങ്ങേ ഓർക്കുമ്പോൾ, കർത്താവേ,
യേശുവിനെ ഓർത്ത് യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങൾ, കർത്താവിൻ്റെ ശരീരരക്തങ്ങളുടെ ഭാഗമാകുന്ന ഞങ്ങൾ, ഈ വചനത്താൽ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. വിശുദ്ധ പൗലോസിന് മാറ്റം സംഭവിച്ച പോലെ ഞങ്ങൾക്ക് മാറ്റം സംഭവിക്കട്ടെ. ലോകമെമ്പാടുമുള്ള കർത്താവിന് വേണ്ടി പാടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും, എം പിമാരും, എം എൽ എമാരും, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർത്ഥഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകളും ജയിലുകളിലും കഴിയുന്ന എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബെഡ്റിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, ലോകമെമ്പാടും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നവർ, അതിന് ഭാഗവാക്കായി തീർന്നിരിക്കുന്നവർ, ചാനലുകളിൽ വർക്ക് ചെയ്യുന്നവർ, വിവിധ ചാനലുകൾ ചുമതല വഹിക്കുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഗുരുവായ യേശുവിനെ ലോകത്തിന് കൊടുക്കുവാൻ, ആ ഗുരുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വചനം കണ്ട കേട്ട പറഞ്ഞ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഈ തീക്കരൽ മിനിസ്ട്രിയിലൂടെ അനുഗ്രഹം പ്രാപിക്കുന്ന എല്ലാവരുടെ പേരിലും തീരാത്ത കനിവിൻ്റെ ഒരു ശുശ്രൂഷയായിട്ട് അണയാനൊരുങ്ങുന്ന ചാരത്തെ കത്തിക്കുന്ന ഒരു അനുഭവമാക്കി ഇതിനെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലസ് യു.